നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മറക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷേ മണ്ണിൽ പിറക്കാതിരിക്കുകയാണ് അതിനെളുപ്പം. എന്ത് വലിയ വരികളാണ് കവികൾ എഴുതി വച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും, ചെറിയ ചെറിയ വാക്കുകൾ പോലും മറക്കാൻ പറ്റാതിരിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം. അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അതെങ്ങനെ പറയാൻ പറ്റി? അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് എങ്ങനെ പറയാൻ പറ്റി? ഇതിൻ്റെ പേരിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പഠിക്കുകയാണ്. ജീവിതം സാക്ഷിയിലേക്ക് വീണ്ടും സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്ത് നിന്നും ഉഷ എന്ന സ്ത്രീയാണ്. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. നമുക്ക് വിളിക്കാം ഉഷ. ഭർത്താവിന്റെ പേര് രമേഷ് ബാബു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷമായി. എത്ര വരെ പഠിച്ചു ഉഷ? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. 17-18 വയസ്സാകുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞിട്ടാണോ നടന്നത്? 18 വയസ്സിന് മുൻപാണോ? 18 വയസ്സ്. 18 വയസ്സ് പൂർത്തിയായിട്ടാണ് ആണോ? ഉറപ്പുണ്ടോ അത്? ഇല്ല. എനിക്ക് ഇവിടെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 17 വയസ്സിൽ വിവാഹം കഴിഞ്ഞു എന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? അതെ, 17 വയസ്സിലാണ്. അപ്പോൾ പിന്നെ ഭർത്താവ് എവിടെയായിരുന്നു ആ സമയത്ത്? അദ്ദേഹം എവിടെയായിരുന്നു? കല്യാണ സമയത്ത് ഗൾഫിലായിരുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നത്. അതിന് വേണ്ടി വന്ന അദ്ദേഹം. അതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ പോയി? എത്ര ദിവസം കഴിഞ്ഞ്? ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി. ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത് ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. കഴിഞ്ഞിട്ടാണ്? അപ്പം മോൾക്കൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, മൂത്ത ആൾക്ക്. അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ഈ 1.5 വർഷം കഴിഞ്ഞ് വന്നിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹം നാട്ടില്? പിന്നെ പോയിട്ടില്ല ആള്. ഗൾഫിൽ ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് ആദ്യം ഗൾഫിൽ നിന്ന് അവര് കുറച്ച് പൈസയൊക്കെ അച്ഛൻ്റെ പേരിൽ ഗൾഫിലേക്ക്, എൻ്റെ അച്ഛൻ്റെ പേരിൽ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്, അറിയില്ല. അപ്പൊ അച്ഛൻ അത് കുറച്ച് ഇൻട്രസ്റ്റിന് കൊടുത്തിരുന്നു. ഇവര് പറഞ്ഞിട്ട് അച്ഛൻ്റെയും കൂടി കാശ് കുറച്ച് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം കൂടി വേറൊരു ഫ്രണ്ട് ജോർജ് എന്ന് പറയാം, അവര് പൈസയും കൊണ്ട് മുങ്ങിപ്പോയി. അപ്പൊ അതിനെ തുടർന്ന് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പൈസ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛൻ വീടൊക്കെ വിറ്റ് ഇയാൾക്ക് പൈസയൊക്കെ കൊടുത്തിരുന്നു. വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അല്ലാതെ വേറെ ആൾക്കാരുടെ നിന്നൊക്കെ കൊടുത്തിരുന്നു. അച്ഛൻ ഗൾഫിലായിരുന്നു 20 വർഷം. 20 വർഷം ഗൾഫില് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന പിന്നെയാണ് എൻ്റെ കല്യാണം ഉണ്ടായത്. അപ്പൊ ആ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ പൈസയൊക്കെ പോയതിന്റെ ഇത് പറഞ്ഞിട്ട് ഒരു അമ്മാനച്ഛനും കൂടിയിട്ട് എന്നും വഴക്കുണ്ടാക്കും വീട്ടില്, ഈ പൈസയുടെ പ്രോബ്ലം, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട്. അങ്ങനെ ഇത് കൊടുത്തു, അദ്ദേഹം വാങ്ങിച്ച പൈസ കൊടുത്തു കഴിഞ്ഞു. ജോർജിന് പലിശക്ക് കൊടുത്ത പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇയാളെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് തിരിച്ചു കൊടുക്കാൻ കുറച്ച് വൈകിയിരുന്നു. ആ സമയത്ത് പൈസ പോയതാണല്ലോ, അച്ഛൻ്റെയും പൈസ. അപ്പൊ അതിനെ ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീട്ടിലുണ്ടാക്കി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നാൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കി പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. കുറെ കഴിഞ്ഞിട്ട് പിന്നെ പൈസയൊക്കെ വീട് വിറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസയൊക്കെ തിരിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അയാൾ ഇൻട്രസ്റ്റ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളാണ്. പിന്നെ ആൾ മദ്യപിച്ച് വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുക. നമ്മളപ്പം എവിടേക്ക് പോയേ, എന്താ, ഒരു 12 മണിക്കൊക്കെ ചിലപ്പോൾ വരിക. അപ്പൊ എവിടേക്ക് പോയെന്നൊക്കെ ചോദിച്ചാലാണ് പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമില്ല. ചോദിക്കാൻ പാടില്ല. ആളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ട ഫാർമസിസ്റ്റ് ആണ് 5 മണി വരെ വർക്കുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട്
വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് ശേഷം പിന്നെ എന്താ വർക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും. അപ്പൊ ഇദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റ് ആയിട്ടാണ് നിന്നത്? ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ജോലി. അപ്പം ഇങ്ങനെ എങ്ങോട്ട് പോയി എന്തുവാ എന്നൊന്നും ചോദിക്കാൻ പാടില്ല, ഇയാളങ്ങ് പോവും. വരുമ്പോ നമ്മള് മിണ്ടായിരിക്കുക. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലാണോ താമസിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ? ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതെവിടാ അത്? ഒറ്റപ്പാലത്ത്? അവിടെ തന്നെ ഇപ്പോഴും ഞങ്ങൾ താമസിക്കുന്നത്. എവിടെ, ഏതാ സ്ഥലം അത്? പത്തിരിപ്പാല. പത്തിരിപ്പാല. ഇപ്പൊ പുതിയതായിട്ട് 8 വർഷമായിട്ടുണ്ട് ഞങ്ങളിപ്പോ വീട് വെച്ചിട്ട്. അത് ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റിൽ തന്നെ ഉണ്ടാക്കിയ വീടാണ്? ഇല്ല, എന്റെ സ്വർണം കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ആളുടെ സ്വത്തും കൂടി ഉണ്ട്. അങ്ങനെ എടുത്ത വീട്. ഞങ്ങൾ 2 വർഷം അതിനിടയിൽ ഇവിടെ പ്രശ്നമൊക്കെ ആയിട്ട് വീട്ടിൽ പോയി താമസിച്ചു. കുട്ടികളെ അവിടെ ചേർത്തൊക്കെ ചെയ്തു. എവിടെ? വടക്കഞ്ചേരിയില്. വടക്കഞ്ചേരി നിങ്ങളുടെ? എന്റെ വീടിന്റെ അവിടെ. അപ്പൊ ആ സമയത്ത് വീടുണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവിടെ തന്നെയായിരുന്നു താമസം. ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ ഇവര് വരുന്നൊന്നുമില്ല അങ്ങോട്ട്, വീട്ടിലേക്ക് വരില്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ വരുള്ളൂ. അല്ല, എന്താ അങ്ങനെ വരാനുള്ള കാരണം എന്താ? അല്ല, ഇവരുടെ തറവാട് വിൽക്കുക എന്ന് ഇവരുടെ അച്ഛൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും മാറി താമസിക്കാനുള്ള ഒരു ഇത് നോക്കാൻ പറഞ്ഞു. ചേട്ടനൊക്കെ ഇവിടെ അല്ല താമസിക്കണത്. ഹസ്ബൻഡിന്റെ ചേട്ടൻ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ചാലക്കുടിയില്. അവിടെ അപ്പൊ ഞാനും ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മാറി താമസിക്കണമെന്നൊരു സംസാരം ഉണ്ടാവാൻ കാര്യം എന്തുവാ? അവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഹസ്ബൻഡിന്റെ അച്ഛനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക്. എന്തുവാ? അപ്പൊ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസയുടെ കാര്യം പറഞ്ഞ്, പിന്നെ പൈസയുടെ കാര്യം മൊത്തമല്ല, അവർക്കൊരു സൗകര്യം ഇല്ല എന്നുള്ള രീതി, എപ്പോഴും വഴക്കമുള്ള രീതിയില്. അപ്പൊ അവർക്കതൊരു ശല്യമാവുന്നു, നിങ്ങൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും അവർക്ക് ശല്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് താമസം മാറ്റി. 2 വർഷം കുട്ടികൾ അവിടെ പഠിച്ചു. അത് ഭർത്താവും സന്തോഷമായിട്ട് വന്നു തന്നെയാണ്? അല്ല, അങ്ങനെ വീട് വേറെ വെക്കാം, നമുക്ക് ഇവിടെ സ്ഥലം വാങ്ങിക്കുക, എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നിന്റെ വീടിന്റെ അടുത്ത് സ്ഥലം വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പോയത്. എന്നിട്ട് അവിടെ പോയി അവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 8-8.5 സെന്റ് സ്ഥലം കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിക്കാന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പൈസയും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ 2 വർഷം താമസിച്ചപ്പോ പിന്നെ അദ്ദേഹം അങ്ങോട്ട് വരുന്നില്ല. വരവ് കുറവായിരുന്നു. ഇടയ്ക്ക് വരും, വന്നിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ താമസിക്കാന്ന് പറഞ്ഞ അവിടെ നിന്ന് പോന്നേ. അപ്പൊ പിന്നെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ കൂടി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടേക്ക് വരാന്ന് പറഞ്ഞു 2 വർഷത്തിന് ശേഷം. 2 വർഷത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ താമസിക്കുക. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ വീട്ടിലെല്ലാരും പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ അങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും വാടകയ്ക്ക് ആയാലും ഇവരുടെ കൂടെ താമസിച്ചില്ലെങ്കിലും വാടകയ്ക്ക് എവിടെയെങ്കിലും വീട് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ വാടകയ്ക്ക് വീട് കിട്ടാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയി അവിടെ അടുത്തൊരു സ്ഥലത്ത് ടീച്ചർമാരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഒരു രാജ ടീച്ചർ ഉണ്ട്. അവരെ എടുത്ത് പറഞ്ഞപ്പോൾ വേറൊരു ടീച്ചർ അവിടെ ഒഴിയാണ്, അപ്പോൾ അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഞങ്ങൾ 6 മാസം അവിടെ താമസിച്ചു. അതിനിടയിൽ ഇവിടെ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു 15 സെന്റ് സ്ഥലമുണ്ട്. സ്ഥലവും വീടും കൂടി അവിടെ എൻ്റെ പൈസ സ്വർണവും ഒക്കെ കൂടി എടുത്ത്, പിന്നെ ആളുടെ കുറച്ച് കൊപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലം ഉണ്ടായിരുന്നു, നേരത്തെ ഗൾഫിൽ പോയപ്പോ എങ്ങാണ്ട് വാങ്ങിച്ചിട്ട് അതൊക്കെ കൂടി വിറ്റിട്ട് ഇവിടെ ഒരു സ്ഥലവും ഇതും കൂടി വാങ്ങിച്ചു. ഹസ്ബൻഡിന്റെ പേരിൽ തന്നെ വാങ്ങിച്ചതെല്ലാം. അപ്പൊ അതിനുള്ള ബുദ്ധിയും അതൊന്നും നമുക്കില്ല. 2 പേരുടെ പേരിൽ ആക്കാനുള്ള രീതി സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ല. ആൾക്ക് താല്പര്യമില്ല അങ്ങനെയൊന്നും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചു. ഒരു 6 മാസം കൊണ്ട് വീട് പണിയൊക്കെ കഴിഞ്ഞു. അത് എന്റെ നിർബന്ധം. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒന്നും ആര് പറഞ്ഞാലും അദ്ദേഹം എടുക്കില്ല. അവര് പറയണത് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടും അച്ഛൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്നെ അടിച്ചിട്ടും വായന്നും ഒക്കെ ചോരയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും പിന്നെ ഒരു എന്തിനാ ഉപദ്രവിച്ചിരിക്കുന്നത് അങ്ങനെ? അത് ആ പൈസ പോയ സമയത്തായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് ആ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ 2ാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രാജി നഴ്സിംഗ് ഹോമിൽ 7 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തിനാ? ഇവരടിച്ചിട്ട് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട്. ഈ പൈസയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും ആൾക്ക്. അത് അന്ന് ആ പൈസ പോയ സമയത്ത് ഞങ്ങളെ വീട്ടിലും അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ വെച്ച് അങ്ങനെ അടിക്കും വഴക്കൊക്കെ ഉണ്ടായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പാവം പോലെ വരികയും ചെയ്യും. വന്ന് പിന്നെ യോജിച്ച് പോവുകയും ചെയ്യും. അയാളുടെ ഫോട്ടോ ഒന്ന് കാണാം. കാരണം പ്രേക്ഷകർക്ക് ഇത്രയും നല്ല സൽസ്വഭാവിയും സദ്ഗുണ സമ്പന്നനെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇതാണ് ആള്. എന്താ അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞു? രമേഷ് ബാബു. രമേഷ് ബാബു പറഞ്ഞതുപോലെ
കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ വൈകല്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ആളിന്റെ രൂപത്തിനും ഇതിനൊന്നും ഒരു ഇതും ഉണ്ടാവില്ല. അത്യാവശ്യം മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ആൾക്കാർക്ക് കുറെ കൂടെ ക്ഷമയൊക്കെ വരിക വേണ്ടത്. പക്ഷെ പൈസയ്ക്ക് മാത്രം ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ റീസൺ. അല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കുക പറയുന്നത് അല്ല. ആള് മദ്യപിച്ച് വന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഇപ്പൊ വൈകി വരിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിക്കൊക്കെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ വൈകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ എവിടേക്കാ പോയേ എന്താന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്ന് വഴക്കുണ്ടാവുക. അല്ലാണ്ട് ഓടി വന്ന് അങ്ങനെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാളുടെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ സംസാരിക്കാൻ അവരെ ഫ്രീ ആയിട്ട് വിട്ട അവർക്ക് ഒരു കുഴപ്പമില്ല. അന്നിപ്പോ നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ അങ്ങനെ എല്ലാവിടെയും പോവുക. പിന്നെ ഇപ്പൊ ഞങ്ങളെ ഇടയ്ക്ക് ഇപ്പൊ എവിടേക്കെങ്കിലും പോവുക അതൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോവുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അതിന്റെ ഇടയില് ഇത് ഒന്നും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പൊ അദ്ദേഹം എവിടെയുണ്ട്? എവിടെയാന്ന് എനിക്ക് അറിയില്ല. ഞങ്ങള് അതിനെപ്പറ്റി അന്വേഷിച്ച് കുറെ 3 വർഷമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി ആള്. ലാസ്റ്റ് പോയത് ഒരു 3 വർഷമായി ഇപ്പൊ പോയിട്ട്. എന്തായിരുന്നു കാരണം? അത് ആള് ഗൾഫിലായിരുന്നു. അതിന് ശേഷം പിന്നെയും പോയി ഒരു 2010 പോയിട്ട് 2 വർഷം ഗൾഫിൽ പോയി നിന്നതിന് ശേഷം തിരിച്ചു വന്നു. അവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ പൈസയൊക്കെ അയക്കണത് വേറൊരു പരിചയക്കാരന്റെ മുഖാന്തരമാണ് എനിക്ക് കൊണ്ടുതരിക. നേരിട്ട് അയച്ചു തന്നിട്ടില്ല പൈസ. അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഇപ്പൊ കാശ് കിട്ടിയാൽ പോരെ, വേറെ മറ്റുള്ളതൊന്നും അന്വേഷിക്കണ്ട എന്നുള്ള രീതി അവര് സംസാരിക്കണേ. അപ്പൊ അവര് എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനും ഇടയിൽ ഒരാളെ നിർത്തിയിട്ട് പേരിപ്പോ അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അത് ജഡ്ജിങ് പാനലാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ സത്യമായിട്ട് പറഞ്ഞേ പറ്റൂ. മധു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്. അയാൾ എവിടെ ഉള്ള ആളാ? അവിടെ വീടിന്റെ അടുത്തുള്ളത് തന്നെയാണ്. വീടെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് പത്തിരിപ്പാലത്തിന്റെ അടുത്തുള്ള ആള് മധു. അയാൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഒരു ഫാർമസിസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. അയാൾ ഇയാളുടെ ഫ്രണ്ടാണോ കുറെ കാലമായിട്ട്? കുറച്ച് ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അധികം കാലത്ത് ഇല്ല, ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുള്ള കൂട്ടമുള്ളൂ. നിങ്ങൾ അവിടെ വന്ന് താമസിച്ചതിന് ശേഷമുള്ളൊരു കൂട്ടുള്ള ഒരാളിന്റെ പേരിലേ അയക്കൂ, നിങ്ങളുടെ പേര് അയക്കത്തില്ല. ഭാര്യയ്ക്ക് നേരിട്ട് അയക്കാതിരിക്കാൻ ഒരു കാര്യമില്ല. ഇപ്പം അയാളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ അയച്ചെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി എന്ന് പറയാം. ഒരു കോമൺ ആയിട്ട് ഒരാളുടെ പേരിൽ അയച്ചിട്ട് നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് വേറെ എവിടെയെങ്കിലും പകുതി പൈസ അയക്കേണ്ട വല്ല ആവശ്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയത്തില്ല. അതിനു മുൻപ് എങ്ങനെയായിരുന്നു? ആദ്യം എന്ന് പറയുമ്പോൾ ഈ 1.5 വർഷം പിന്നീട് ഗൾഫിലേക്ക് പോയിട്ട് 2 വർഷം അത്രയല്ലേ ആയുള്ളൂ. സാധാരണ ഈ ജോലി ചെയ്യുമ്പം ഉള്ള ശമ്പളവും കാര്യങ്ങളും എത്രയാ? ജോലി ചെയ്യുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വീട്ടിലേക്ക് പൈസ കൊണ്ടുതരുമെന്നല്ലല്ലോ, വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുക, ഭക്ഷണം, പിന്നെ ഇപ്പൊ നമ്മള് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ നമ്മുടെ കയ്യിൽ പൈസ കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ചെലവ് നടത്തുക അങ്ങനെയൊന്നും അല്ല. വീട്ടില് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാ കാര്യത്തിനും ആള് തന്നെ. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോവുകയൊക്കെ ആണെങ്കിൽ ആള് കൊണ്ടുവന്നാക്കും. പിന്നെ ഇത്തിരി വൈകുക, നമ്മൾ തന്നെ പോയിട്ട് ഇത്തിരി കുറച്ച് കഴിഞ്ഞ് വരിക എന്തെങ്കിലും. ഇപ്പം എല്ലാ കാരണങ്ങളും ബോധിപ്പിക്കണം. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത്തിരി നേരം വർത്താനം പറഞ്ഞിരുന്നാലും അന്നും വഴക്കുണ്ടാക്കും. എവിടെ ഇത്തിരി നേരം വൈകിയ എല്ലാ കാര്യങ്ങളും തൊട്ട് വീട്ടിൽ വരെ പോയ കാര്യങ്ങൾ ഞാനെല്ലാ അദ്ദേഹത്തിനോട് പറയണം. അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആളുടെ. ഈ പിണങ്ങിപ്പോയത് എന്തോ? പിണങ്ങിപ്പോയതിന്റെ കാരണം ഞങ്ങള് ഈ 2 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്നിട്ട് 1 മാസത്തോളം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല രീതിയിലൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂത്താള് +2 പഠിക്കണം, രണ്ടാമത്തെ ആള് 10th അപ്പോൾ എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരില്ല എന്ന് അവർക്ക് അറിയാം. പക്ഷെ ആൾ ഇങ്ങനെ കാറെടുത്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഒരു ദിവസം ഈ ഫാർമസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങാണ്ടും ശരിയാക്കാനോ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടോ അതൊക്കെ ശരിയാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരണം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ രണ്ടാമതും തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ എന്തിനാ പോണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അന്ന് പോയിട്ട് ശരിയായില്ല, അപ്പോൾ രണ്ടാമത് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് പോസ്റ്റ്മാൻ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ഇയാളെ പിന്നെ എന്തിനാ പോയേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എനിക്ക് കിട്ടുകയും ചെയ്തുല്ലോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി പോയതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അത് വിട്ട് കളഞ്ഞതിന് ശേഷം പിന്നെ ആള്
ബാംഗ്ലൂരാണ് ആള് പഠിച്ചിരുന്നത്, ഡിഫോം എന്തോ ബാംഗ്ലൂര് പഠിച്ചിരുന്നത്. അപ്പൊ അവിടേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുക പറഞ്ഞിട്ട് ഒരു 8 ദിവസം പോയി. പുള്ളി ഡിഫോം പഠിച്ച ആളാണ്. അപ്പൊ അതിന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഒരു 8 ദിവസം കഴിഞ്ഞിട്ടും കാണാനില്ല. വിളിക്കുമ്പോ ഒന്നും ആള് ഫോൺ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. തിരിച്ചു വന്നപ്പോ പിന്നെ ആളുടെ ബാഗൊക്കെ അങ്ങനെ റഫ് അങ്ങനെ ഇട്ടിട്ട് പോയി അവള്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്തു ഒക്കെ എടുത്തൊക്കെ വെക്കാനായിട്ട്, തുണിയൊക്കെ എടുത്ത് വെക്കാനായിട്ടൊക്കെ നോക്കിയപ്പോൾ അതിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. മോശമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ അതിൽ കിടക്കണു. അപ്പം അതിനെപ്പറ്റി ചോദിക്കാനൊന്നും നിന്നില്ല. ഞാൻ കുട്ടികളുടെ കൂടെ മാറി കിടന്നു. അപ്പം പിന്നെ ആള് അങ്ങനെ വിളിക്കാൻ വരുമൊന്നുമില്ല. അങ്ങനെ ആളും ആളുടെ ഇഷ്ടത്തിന് അങ്ങനെ കിടന്നു. പിന്നെ അതിന് ശേഷം കുട്ടി മൂത്ത ആള് അങ്ങനെ ലക്ഷ്മി ഏതൊരു സ്ത്രീയുടെയൊക്കെ മെസ്സേജ് അവിടെ പോയത് ഇവിടെ പോയതൊക്കെ മെസ്സേജൊക്കെ കണ്ടിട്ട് അവൾ ഈ ഫോൺ എടുത്ത് അലാറം വെക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. റൂമിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ 12 മണിക്ക് ശേഷം ഇവർക്ക് ഇങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരിക. അപ്പം മോളിങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ കുറേ മെസ്സേജൊക്കെ ഉണ്ട്, അമ്മ ഇതൊന്നും ശ്രദ്ധിക്കണില്ലേ. ഞാൻ പറഞ്ഞു അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അധികം ഇടപെടണ്ട, നമ്മളതങ്ങനെ വിട്ടേക്ക്, അതുപോലെ ഫേസ്ബുക്കിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ അയാളോട് ഒരു ദിവസം ചോദിച്ചു, ഞാൻ അങ്ങനെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പിന്നെ ആ ഇതിൽ കണ്ട സാധനങ്ങളും എല്ലാം പറയുകയൊക്കെ ചെയ്തു. പറഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം ബാഗിലെല്ലാ തുണിയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ പോവുമായിരുന്നു. പോയിട്ട് അന്ന് വൈകുന്നേരം പറഞ്ഞു ചെർപ്പളശ്ശേരി ഹോസ്പിറ്റലിൽ ജോലി കിട്ടി എനിക്ക്, അതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ താമസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ മോളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവർ വന്നപ്പോൾ ഇവരുടെ വിചാരം ഇവരെ ചോദ്യം ചെയ്യാനാണോ എന്താണോ എന്ന് അറിയില്ല. അവർ വന്നു കഴിഞ്ഞിട്ട് ഊണ് കഴിക്കണ നേരത്തൊന്നും ഇവർ വരുന്നില്ല, ഹസ്ബൻഡ് വരുന്നില്ല. അവിടെ ഒരു ഷെഡ് പോലെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ കെട്ടിയിട്ട് കൂട്ടുകാരൊക്കെ കൂടെ ഇരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. 11 മണിയായിട്ടും ഭക്ഷണം കഴിക്കാൻ വരാണ്ടായിരിക്കുമ്പോൾ ചെറിയ മോള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മൂമ്മ അച്ഛനൊക്കെ വന്നിരിക്കണു, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി, ഞാനെന്തിനാ വരണേന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഡ്രിങ്ക്സ് ഒരു കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛൻ അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരോട് കഴിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു അച്ഛന് കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഇപ്പോൾ കഴിക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ ഉപദേശിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അവർ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണോടത്തുനിന്ന് അവർ എണീറ്റിട്ട് ഭയങ്കര ബഹളം. എന്താണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത്, നിങ്ങളുടെ മോളെ ഉപദേശിച്ചാൽ മതിയെന്നും പിന്നെ എന്നെ മോശമായിട്ട് രീതിയിൽ ഓരോ അനാവശ്യങ്ങൾ പറയലും മുന്തലും തള്ളലും അവിടെ ഭയങ്കര ബഹളമായിട്ട് ഞങ്ങളെ 3 പേരെയും കൂടിയിട്ട് ഇവർ പുറത്തേക്ക് വാതിൽ തള്ളി അടച്ചു. ഹസ്ബൻഡ് 2 കുട്ടികളും അകത്ത്. അടിച്ചിട്ടില്ല, അടിക്കാനായിട്ട് ഉന്തലും തള്ളലും ബഹളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ബഹളം രാത്രി മൂത്ത ആള് 100 സെല്ലിലേക്ക് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. ഇങ്ങനെ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ അച്ഛൻ ഇവിടെ മദ്യപിച്ച് വന്നിട്ട് വഴക്കുണ്ടാക്കി എന്നുള്ള രീതിയിൽ. അവരെന്നിട്ട് എനിക്ക് ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് കൊടുക്കൂ ഫോൺ. അപ്പോഴും അടുത്തുള്ളവരൊക്കെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ചില ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ബഹളം കേട്ടിട്ട്, അത്രയ്ക്ക് ബഹളം ഉണ്ടായി. അപ്പോൾ ഫോൺ എടുത്തിട്ട് മോള് വാതിൽ തുറന്നിട്ട് അപ്പോഴത്തേക്ക് ഇവരെ അടുത്ത വീട്ടിലെ ഒരു ഫ്രണ്ട് വിളിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അത് സാറിലെ ചേച്ചി അത് ശരിയാവും, ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ഇവർ തിരിച്ചിങ്ങോട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പം എനിക്ക് ഫോൺ ചെയ്തിട്ട് ഇവരോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്ത ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വലിയ കുഴപ്പമില്ല, അവരിങ്ങോട്ട് വരണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ ആൾക്കാർ അറിഞ്ഞ് മോശമാവണ്ടല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആള് ഞങ്ങളിങ്ങനെ ഫോൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ചൊക്കെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് നേരം വെളുത്ത് അവിടെ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരണം എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആരാന്ന് വെച്ചാൽ കൂടെ വന്ന് ഒരു പരാതി എഴുതി തരണം പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം അപ്പോൾ ആള് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ആ ഉമ്മർ തന്നെ ഇരുന്നു, സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛന് ഇപ്പം തന്നെ വീട്ടിലേക്ക് എത്തണം,
അങ്ങനെയുള്ള ഇപ്പോൾ വണ്ടി വിളിച്ച് പോയാലും തന്നെ ഇനിയിപ്പോൾ ഇവരുടെ അടിയൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 12 മണി 1 മണി നേരത്തൊന്നും വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ നിൽക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ അവർ ചോദിക്കുകയൊക്കെ ചെയ്തു എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോട് എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങളെ ഒത്തുതീർപ്പാക്കിയ രീതിയിൽ വീട്ടിലേക്ക് ആളുടെ കാറിൽ തന്നെ കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അച്ഛനും അവരും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ട് പിന്നെ വീട്ടിലേക്ക് കയറിയിട്ടേ ഇല്ല അവർ.